ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ റിയൽ ഓണപ്പരിപാടിയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇന്നലായിരുന്നു നാട്ടിലൊക്കെ തിരുവോണം, പക്ഷേ ഇന്നാണ് ഇവിടെ പരിപാടി. അപ്പോൾ ഏകദേശം ഒരു 100-300 ആൾക്കാർ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം ഇനാഗുറേഷൻ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഓണസദ്യ, അത് കഴിഞ്ഞിട്ട് ചെറിയ കൾച്ചറൽസും പിന്നെ ഗെയിംസും, അത് കഴിഞ്ഞിട്ട് വടംവലി, അത് കഴിഞ്ഞിട്ട് DJ. അങ്ങനെയാണ് വരെ പ്ലാന്, ഷെഡ്യൂൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്താവുന്നൊക്കെ നമ്മൾ നോക്കാം. ഞങ്ങളിപ്പോൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കാണാം, ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്നൊക്കെ. ഒരുവിധം എല്ലാവരും നല്ല കോസ്റ്റ്യൂമിലൊക്കെ തന്നെ വന്നാണ്. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം, ഇതിൻ്റെ ബാക്കിൽ. എന്തായാലും ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ ഈ കൊല്ലത്തെ ഓണപ്പരിപാടി നടക്കുന്നത്. ഇതാണ് ഓഡിറ്റോറിയം. എല്ലാവരും വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് കുഴപ്പമില്ല. ഓണപ്പരിപാടിക്ക് നല്ല ഇംഗ്ലീഷ് പാട്ടൊക്കെ ചെക്കൻ പാടുന്നു. അത് കൊള്ളാം, ഒരു വിന്റേജ് സെറ്റപ്പ് ഉണ്ടോ. നല്ല കിടിലൻ ബീറ്റ് ബോക്സ് ഒക്കെ. പരിപാടിന്റെ കോസ്റ്റ്യൂം അല്ലേ മോനെ. ശായല മുണ്ടൊക്കെ സെറ്റല്ലേ? ഊരുവില്ലല്ലോ. ആദ്യമായിട്ട് മുണ്ടെടുക്കണവരൊക്കെ ആറ്റിറ്റ്യൂഡ് ഇട്ടുവാ പരിപാടിക്ക് വന്നതാ. മുണ്ട് കൊടുത്ത് നടക്കാൻ നല്ലത് ചില്ലറ പണിയല്ല. ഫോണും പേഴ്സും വെക്കാനും പറ്റൂല, നടക്കാനും ഭയങ്കര പറ്റൂല. അത് കുഴപ്പമില്ല, ഒരു ദിവസം അങ്ങനെ. ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കണ്ട് പിന്നെ ഉള്ളിൽ ശിങ്കാരിമേളൊക്കെ തുടങ്ങിയാണ്. അത് ഇവിടെ ലാറ്റ്വിയയിൽ തന്നെ ആദ്യമായിട്ട് വന്നൊരു പരിപാടിയാണ് ശിങ്കാരിമേള. ചെണ്ടകൊട്ടാരൊക്കെ പുറത്തുനിന്ന് ഇറക്കിയതാ. എന്തായാലും ഒന്ന് പോയി കണ്ടുവരാം. ഒരു ചെറിയ കുട്ടീൻ്റെ ചെറിയ ഡാൻസ്. ഞാൻ പേടിച്ചിട്ട് പോയി. അവിടെ സദ്യ കഴിക്കലൊക്കെ തുടങ്ങിയാണ്. ഒരു ട്രിപ്പ് അടുത്തെല്ലാം എങ്ങനെയും കയറി പറ്റണം. വിശന്ന് പണ്ടാരായി തുടങ്ങിയാണ്. അങ്ങനെ ഒരു ട്രിപ്പ് സദ്യ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തതിന് വരി നിൽക്കുകയാണ്. ഷായില ഓണായിട്ടുള്ള മന്തി ഇല്ലേ? ചോദിച്ചോക്ക്. മന്തി ഇല്ലാണ്ട് ഷായിലൊക്കെ ഭയങ്കര വിഷമം. ഇതാണ് ഈ കൊല്ലത്തെ സദ്യ. നല്ല അടിപൊളി സദ്യയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെയും കാട്ടും അടിപൊളി. പിന്നെ ഇനിയിപ്പോൾ സാമ്പാർ കൂടി വരണം, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അവനോടൊരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ തന്നു. രണ്ടാമത് ചോറ് വെച്ചപ്പോൾ ഇട്ട ചോറ് കണ്ടില്ലേ, കുറേ കിട്ടി. ഇനി പിന്നെ ചോദിക്കണ്ടല്ലോ. അങ്ങനെ സാമ്പാറും വന്നു. ഞങ്ങൾ നല്ല കഴിക്കാൻ തുടങ്ങുകയാണ്. എന്തായാലും സെറ്റ്. പായസം എല്ലാം വന്നു, അടിപൊളി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ഓണപ്പരിപാടിനെക്കാട്ടും അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ബാക്കി കലാപരിപാടികൾ എന്തായാലും ഫുഡ് അടിച്ച് സെറ്റായല്ലോ. ഇനി ബാക്കി പരിപാടി മൊത്തം സെറ്റാക്കണം. ഈവനിങ് വരെ പരിപാടി ഉണ്ട്. എന്തായാലും നോക്കാം. പൊട്ടുതൊടൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മലയാളികളെല്ലാം ലാറ്റ്വിയൻസും ഉണ്ട് ഫുഡ് കഴിക്കാനും പരിപാടിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ. എന്താണ് അവലൂസും അവല് വെള്ളത്തിൽ സെറ്റല്ലേടാ? ഫുഡ് കഴിച്ച് സെറ്റല്ലേ? ഇനി അടുത്ത ഞങ്ങള് വടംവലിയാണ്. വടംവലിക്കാൻ ഹാപ്പിയാണ്. ഫുഡ് കഴിച്ച് സെറ്റായി. ഇനിയിപ്പോ ഞങ്ങൾ അടുത്ത പരിപാടിക്ക് ഉള്ളിൽ കയറണം. നമ്മളെല്ലാവരും കാത്തു നിന്ന പരിപാടി വടംവലി. ഇനി അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോന്ന് അറിയില്ല. എന്തായാലും നോക്കാം. വടംവലീൻ്റെ പരിപാടിക്കുള്ള ആൾക്കാർ ഏതൊക്കെ? ഞങ്ങൾക്കും ഉണ്ടൊരു ടീമിൻ്റെ പേരെന്താ പറയുക? പുഞ്ചിരിമുക്ക്. നമ്മളെ ഫുൾ മല്ലന്മാര്. ടീമിൻ്റെ പേര് പുഞ്ചിരിമുക്ക്. ഊര് ഷാജി പാപ്പ. ഇതാണ് നമ്മളെ ടീം, വടംവലി ടീം. ഞാനുണ്ട്. ഫസ്റ്റ് മാച്ച് ഇപ്പോൾ കളിക്കാൻ പോവാണ്. ഞങ്ങൾ സെക്കൻഡ് മാച്ചാ. എല്ലാവരും സെറ്റ് അല്ലേ? ആവേശാക്കിട്ടോ. കപ്പ് വീട്ടിലേക്ക് വലിച്ചോ.
3 ടീമിൽ നറുക്കെടുത്ത് ഞങ്ങൾ ഡയറക്റ്റ് ഫൈനലിലെത്തി. ഇനി ഒറ്റ ഫൈനൽ കളി, ഞങ്ങൾ ഡയറക്റ്റ് ഫൈനലിലെത്തി. അവിടെ നല്ല ശിങ്കാരി വേണം, അതേപോലെ അവിടെ വടംവലി. അവിടെ പെൺകുട്ടികളെ വടംവലി മത്സരമാണ്. കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത കൾച്ചറൽ പരിപാടികളൊക്കെ. അങ്ങനെ വടംവലിയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് അടിച്ച് ഇനിയിപ്പോൾ അടുത്ത കൾച്ചറൽസിലോട്ട് കയറാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. അവിടെ ഏകദേശം എല്ലാവരുമായി ഇവിടെ കൂടുതൽ വെച്ചാൽ കോപ്പിറൈറ്റ് ചെയ്യുന്നതാണ്. പൂരം കാണാം, പൂരമണിക്കുന്നു കാണണ കാത്ത. ഇത് മറ്റേ വടംവലി ഗേൾസ് ഫസ്റ്റ് പ്രൈസ്. ഒരു നല്ല കാര്യം കേട്ടോ, ബോയ്സിന് മാത്രമല്ല ഗേൾസിനും വടംവലി എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വന്ന് ലാസ്റ്റ് കപ്പടിച്ചത് പുഞ്ചിരി വിഷ്ണു. പ്ലീസ് ഫുൾ എടുത്തോട്ടോ. നല്ല കയ്യടി കൊടുക്കട്ടോ. 6 ടീമിനൂടെ കട്ടക്ക് കളിച്ച് ജയിച്ചാണ്.
പരിപാടിയൊക്കെ കഴിഞ്ഞ് സൗണ്ടും ചെവിയൊക്കെ അടിഞ്ഞിരിക്കുക. DJ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ചെറിയ ലാഗൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ വടംവലിയും DJയും പരിപാടിയും ശിങ്കാരിമേളൊക്കെ ആയിട്ട് സെറ്റായി. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊക്കെ തന്നെ, അതിലും അടിപൊളിയാന്ന് പറയാനൊന്നുമില്ല. എന്തായാലും സെറ്റ്. ഇനിയിപ്പോൾ ഏതെങ്കിലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.